നമസ്കാരം, എൻ്റെ പേര് സനീഷ് മനോഹർ എന്നാണ്. ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ്. ഞാൻ നിലവിൽ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൈ ബിസിനസ് എന്ന് പറയുന്നൊരു ചാനൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ വരുന്നത്. ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എൻ്റെ അനുഭവങ്ങൾ ഇതുവരെ ഞാൻ ചെയ്തിട്ട് എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയും. അത് നിങ്ങൾക്ക് വരാതിരിക്കാനും നമ്മളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ ഞാൻ പല വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ 1 by 1 ആയിട്ട് ആൻസർ ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ഓരോ ടോപ്പിക്കുകളും വിശദമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് കാണാം. എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇതാക്കി കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ട്രഡീഷണൽ ബിസിനസ്സായിട്ട് ചെയ്യാനല്ല എനിക്ക് താല്പര്യം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ബിസിനസ് ആണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഇന്നോവേഷൻ ചെയ്യണം, എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ബിസിനസ്സുകൾ അറിയുന്നവർക്കറിയാം, ഞാൻ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോടും അത് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ട്രഡീഷണൽ ബിസിനസ് എന്നുള്ളത് എൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. അപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് പലർക്കും അറിയില്ല. ട്രഡീഷണൽ ബിസിനസ്സിനെ അവർ സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ കരുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് ബിസിനസ് എന്താണ് എന്നുള്ളത് നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അനുപംബിക CEO പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. എന്താണ് സ്റ്റാർട്ടപ്പ് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ പലപ്പോഴും എക്സാമ്പിളായിട്ട് പറയുന്നത് ഈ ബുക്ക് മൈ ഷോ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളാണ്. അതായത് പണ്ട് നമ്മൾ ഓരോ തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് നിന്ന സ്ഥലങ്ങളിൽ നിന്നും ഇന്ന് ആൾക്കാർ അവരവരുടെ വീടിൻ്റെ സ്വകാര്യതയിലിരുന്ന് നമുക്ക് കാണാൻ പോകേണ്ട സിനിമയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം പോകുന്നു. ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് സാധ്യമായത്. പക്ഷേ ആ ഒരു പ്ലാറ്റ്ഫോം വഴി അപ്പോൾ മറ്റൊരു കാര്യം കൂടെ നടന്നു. ഇന്ത്യയിലെമ്പാടുമുള്ള ആൾക്കാർ ഇന്ന് സിനിമ കാണാൻ വേണ്ടി ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തോടു കൂടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം, ആ ഉൽപ്പന്നത്തിനെ ഒരു വലിയ അളവ് ആൾക്കാർ ഒരുമിച്ച് ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് ഒരു ഇല്ലോജിക്കൽ എമൗണ്ട് ഓഫ് വെൽത്ത്, നമുക്ക് ഉദ്ദേശിക്കാൻ കഴിയുന്നതിലും അതീതമായിട്ടുള്ള ഒരു ധനാഗമനം അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുകയും കൂടി ചെയ്യുമ്പോഴാണ് ട്രഡീഷണൽ സെൻസിൽ അതിനെ നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഇംഗ്ലീഷിൽ അത് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ആർ ഏബിൾ ടു യൂസ് ടെക്നോളജി ടു ട്രാൻസ്ഫോം a product, a process or your business model so that you are able to cater to a large amount of customers and amass an illogical amount of wealth in that process, then that company is called a startup. Okay, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് എന്താണെന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണ്ടേ? അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങി കഴിഞ്ഞാൽ അതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് ഫണ്ടിങ്, ഇനി നമുക്ക് ഫണ്ടിങ് ലഭിച്ചാൽ അത് പോരായ്മ വരും, അതുകൂടാതെ ബാക്കി എന്തൊക്കെ ലോൺസ് കാര്യങ്ങൾ അവൈൽ ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അപ്പൊ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ബിസിനസ് സംബന്ധമായിട്ടുള്ള, സ്റ്റാർട്ടപ്പ് സംബന്ധമായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. ഓക്കെ, താങ്ക് യു.